ഒരു കൂവ വരകിയതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂവ വരകിയത്. അതായത് നമ്മൾ കൂവ കാച്ചുന്നത് പോലെ തന്നെ ഉള്ള സംഭവമാണ്. അപ്പോൾ കൂവപ്പൊടി നമുക്ക് വൈദ്യര പീടികയിൽ നിന്നൊക്കെ നല്ലത് കിട്ടും കേട്ടോ. ഇതുണ്ടോ, നല്ല ക്ഷീണത്തിനൊക്കെ നല്ല സംഭവം ഈ കൂവപ്പൊടി. അപ്പം ഇതെങ്ങനെയാണ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് 2 സ്പൂണ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയത്, പിന്നെ കുറച്ച് വെല്ലം ഉരുക്കിയത്. ഇത്രയാണ്. പിന്നെ നെയ്യ് വേണം. ഇതാണ് ഇതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ. അപ്പം നമുക്ക് ഈ കൂവപ്പൊടി ആദ്യം ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം കലക്കിയെടുക്കണം. തേങ്ങാപ്പാലിൽ നല്ലോണം കലക്കിയെടുക്കുക. കട്ടയില്ലാണ്ട് കലക്കിയെടുക്കുക. ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളത്തിൻ്റെ വെള്ളം. അതുപോലെ നല്ലോണം കലക്കുക. ഇതെന്താ ചെയ്യുക നമുക്ക് നോക്കാം. ഞാൻ കൂവ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ട്. നമുക്ക് ആദ്യം ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി നെയ്യ് ഒഴിച്ചിട്ട് പൊരിച്ച് പോരാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇത് നമുക്ക് ഒന്ന് കളറ് മാറുമ്പോൾ വേഗം കോരാം. ഇത് കോരിക്കൊടുക്കാം. നമുക്ക് ഈ കൂവ കലക്കിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം ഇളക്കണം. അതായത് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം. നമ്മളെ പാല് പോലെ ഉണ്ടല്ലോ കാണുമ്പോൾ. ഇത് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കുകയും ചെയ്യാം. ക്ഷീണത്തിനൊക്കെ നല്ലതാണ് കൂവ കാച്ചിയത്, നല്ലതാണ്. അധികം വീട്ടിലും കൂവയൊക്കെ ഉണ്ടാവും. ഇവിടെ ഒന്നുമില്ല, ഇവിടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങലാണ് പൊടി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെല്ലം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെല്ലത്തിൽ കൂടി കിടന്നിട്ട് ഇത് ഞാൻ ഉരുക്കി അരിച്ച് വെച്ച വെല്ലമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഇതൊന്ന് കുറുകി വരണം. നമ്മൾ മുത്താറിയൊക്കെ ആക്കൂലേ, അതുപോലെ കുറുക്കിയെടുക്കണം. പഞ്ചസാര ഇട്ടിട്ട് ആക്കാം കേട്ടോ. പഞ്ചസാര ഇട്ടിട്ട് തേങ്ങാപ്പാലൊന്നും ഇല്ലാണ്ട് നമുക്ക് ആക്കാം. നല്ലോണം കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കാം. ഏലക്കായ് വേണേൽ 2 ഏലക്കായ് പൊടിച്ചിടാം. ഇതുണ്ടോ കുറുകി വരുന്നുണ്ടോ. അപ്പം നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. വേണ്ട ഇതുപോലെ കുറുകി വരുത്. വേണ്ട കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഇത് കുറുകി വന്നിട്ട് നമുക്കിത് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കീക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തത് ഇട്ട് കൊടുക്കുക. നല്ല വിറ്റാമിനുള്ള സംഭവം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. നല്ല കൂവപ്പൊടി ആയിരിക്കണം കേട്ടോ. നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നൊക്കെ കൂവപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പല ഇതുണ്ട്. അപ്പം നല്ല നോക്കിയിട്ട് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളുണ്ടാവും. ഇതായിട്ടുണ്ട്.
എൻ്റെ കൂവ വിരകിയത് ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ മുത്താറി വിരകുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, പിന്നെ നല്ല വിറ്റാമിൻ ഉള്ളതുമാണ്. അപ്പോൾ നിങ്ങളിത് നല്ല കൂവപ്പൊടി വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക.